നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, പേരാമ്പ്ര എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ മലയോര മേഖലയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന ചരിത്രവും പാരമ്പര്യവും കാർഷിക സംസ്കൃതിയും ഇഴചേർന്ന നാദാപുരം നിയോജക മണ്ഡലം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളും വളയം, തൂണേരി, ചെക്യാട് പോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മണ്ണ് ഇന്ന് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിലാണ്. വടകര താലൂക്കിൽ ഉൾപ്പെടുന്ന ചെക്യാട്, എടച്ചേരി, പുറമേരി, തൂണേലി, വളയം, ബാണിന്മേൽ, നാദാപുരം, കുന്നുമ്മൽ, കായക്കുടി, കാവിലുംപാറ, മരുത്തോങ്കര എന്നീ 11 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് നാദാപുരം നിയോജക മണ്ഡലം. ഈ പഞ്ചായത്തുകളിലെല്ലാം പ്രത്യേകിച്ച് ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണം, പ്രധാന റോഡുകളുടെ നവീകരണം, പുതിയ പാലങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ അത് നാദാപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. അതോടൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, വൈദ്യുതി, സേവന മേഖലകൾ എന്നിവയിലും ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടക്കുന്നു. കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലത്തോടെ 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയിലും പൊതുവികസനത്തിനുമായി നമ്മുടെ റവന്യൂ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അസാധ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാദാപുരം മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന സന്തോഷകരമായ എല്ലാ സ്ഥലങ്ങളും റോഡുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം സൗജന്യമായി വിട്ടു നൽകിക്കൊണ്ടാണ് പ്രവർത്തനം നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. മുട്ടുങ്ങൽ നാദാപുരം റോഡ് 42 കോടി, അതിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് സൈഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൈവരി തുടങ്ങിയതൊക്കെ വെക്കുന്നതിന് വേണ്ടി അഡീഷണൽ ഒരു 7 കോടിയുടെ പ്രവർത്തനം ഇപ്പം നടക്കുന്നുണ്ട്. അതോടൊപ്പം തൊട്ടിൽപ്പാലം കുണ്ടുതോട് റോഡ് 14 കോടി, അത് പ്രവർത്തനം പൂർത്തീകരിച്ച് പകുതി പ്രവർത്തനം, കാരണം എല്ലാവരുടെയും സ്ഥലം സമ്മതം കിട്ടിയതിന് ശേഷമേ ചെയ്യൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പകുതിയുടെ പ്രവർത്തനത്തിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലാകെ മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ നാദാപുരം മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 48 കോടിയുടെ പ്രവർത്തനം ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മറ്റ് വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗതിയിലാണ്. കുളങ്ങരത്ത് നമ്പ്യത്താംകുണ്ട് വാളൂക്ക് വിലങ്ങാട് റോഡ് 41 കോടിയുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2-3 പഞ്ചായത്തുകളുടെ സാധ്യതകൾ, യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകരമാണ്. പക്ഷെ അതെല്ലാം സൗജന്യമായി സ്ഥലം കിട്ടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള താമസം വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. മലയോര ഹൈവേ തന്നെ ചുങ്കക്കുറ്റി പൂതമ്പാറ 38.47 കോടിയുടെ ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂതമ്പാറ തൊട്ടിൽപ്പാലം 45.34 കോടിയും ഇതേപോലെ പ്രവർത്തന പുരോഗതിയിലാണ്. തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് റോഡ് 29.77 കോടി, ചവറമൊഴി പാലം 12 കോടി, തുരുത്തി പാലം 15 കോടി, കല്ലാച്ചേരി കടവ് പാലം 10 കോടി. അങ്ങനെ പശ്ചാത്തല മേഖലയിൽ റോഡ്, പാലം എന്നിവയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇനി ഭരണാനുമതി കിട്ടേണ്ട കുറേ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയുന്നില്ല. ഭരണാനുമതി കിട്ടിയ ശേഷം അത് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നാദാപുരം ഗവൺമെൻറ് കോളേജിന് 10 കോടി, വളയം ഹയർ സെക്കൻഡറിക്ക് 5 കോടി, കല്ലാച്ചി ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി, വെള്ളിയോട് ഹയർ സെക്കൻഡറി 3 കോടി, നാദാപുരം ഗവൺമെൻറ് UP സ്കൂൾ 3 കോടി, മറ്റ് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, സ്കൂളുകൾക്ക് 1 കോടി തുടങ്ങിയ രീതിയിലാണ് അതിൻ്റെ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുവായി എടുത്ത് പരിശോധിച്ചാൽ കിഫ്ബിയുടെ 25ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളമാകെ പശ്ചാത്തല മേഖലയിലും അതോടൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെയും വികസന പ്രവർത്തനങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കും ഒക്കെയായുള്ള ഒരു 50 വർഷത്തെ വികസനം
മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് കേരളത്തിൽ. തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുന്നതാണ് കിഫ്ബിയുടെ പ്രവർത്തനം. 25ാമത് വാർഷികാഘോഷവേളയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും സന്തോഷപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനം ത്വരിതപ്പെടുത്താനുള്ള ഒരു ആഘോഷമായി തീരട്ടെ 25ാം വാർഷികം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാദാപുരം നിയോജക മണ്ഡലത്തിന്റെ ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ ഇവിടുത്തെ വികസനത്തിൽ ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്നത് ഗതാഗത സൗകര്യങ്ങളാണ്. മലയോര മേഖലയിലെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ജനങ്ങളുടെ ദൈനംദിന യാത്രകൾ സുഗമമാക്കാനും മികച്ച റോഡ് ശൃംഖല കൂടിയേ തീരൂ. ഈ ലക്ഷ്യം മുൻനിർത്തി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് നാദാപുരത്ത് നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേ. നാദാപുരം മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഈ ഹൈവേയുടെ വിവിധ റീച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പുള്ളുവായി മുതൽ തൊട്ടിൽ പാലം വരെയുള്ള ആദ്യ റീച്ചിന് 88 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 49 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. കുറ്റ്യാടി ഭാഗത്തോട് ചേർന്നുള്ള കുഞ്ഞാം, നിലവിൽപ്പുഴ, തൊട്ടിൽപ്പാലം ഭാഗത്തെ സ്ട്രെച്ച് 1, സ്ട്രെച്ച് 2 എന്നിവയ്ക്കായി യഥാക്രമം 38 കോടിയും 45 കോടിയും രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടിൽപ്പാലം, തലയാട് റോഡിന്റെ ഭാഗമായുള്ള മുള്ളൻകുന്ന്, പെരുകുന്നാമൊഴി, തൊട്ടിൽപ്പാലം, മുള്ളൻകുന്ന് എന്നീ ഭാഗങ്ങളുമായി യഥാക്രമം 38 കോടിയും 29 കോടിയും രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതിയായി. മലയോര ഹൈവേയുടെ ഭാഗമായ ചവരംമുഴി പാലം നിർമ്മിക്കുന്നതിനും അംഗീകാരം ലഭിച്ചു. ഈ മലയോര ഹൈവേ പൂർണ്ണമാകുമ്പോൾ അത് മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന്, പ്രത്യേകിച്ച് ടൂറിസം, കാർഷിക മേഖലകളുടെ വളർച്ചയ്ക്ക് ഇത് വലിയ ഉത്തേജനമാകും. ഇവയ്ക്കൊപ്പം മറ്റ് പ്രധാന റോഡുകളുടെ നവീകരണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മുട്ടുങ്ങൽ, നാദാപുരം, പക്രംതളം റോഡിന്റെ നവീകരണത്തിനായി 41 കോടി രൂപ അനുവദിച്ചതിൽ 34 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. കുളങ്ങരത്ത് നമ്പ്യാംകുണ്ട്, വാളുക്ക്, വിലങ്ങാട് റോഡിന്റെ നവീകരണത്തിനായി 52 കോടി രൂപ അനുവദിച്ചതിൽ 29 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു. തൊട്ടിൽപ്പാലം, കുണ്ടുതോട് റോഡിന്റെ നവീകരണത്തിനായി 31 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 12 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. വടകര, വില്യാമ്പള്ളി, ചേലക്കാട് റോഡിന്റെ നവീകരണത്തിനായി 77 കോടിയുടെ പദ്ധതിക്കും മൂന്നാം കൈ, കരിങ്ങാട്, കൈവേലി റോഡിന്റെ നവീകരണത്തിനും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത് യാത്ര സുഗമവും സുരക്ഷിതവുമാക്കും. അന്തർജില്ലാ ബന്ധം ശക്തിപ്പെടുത്തുന്ന പാലങ്ങളും യാഥാർത്ഥ്യമാകുന്നു. കണ്ണൂർ ജില്ലയെയും കോഴിക്കോട് ജില്ലയെയും ബന്ധിപ്പിച്ച് മയ്യഴിപ്പുഴയ്ക്ക് കുറുകെ കിടാഞ്ഞി, തുരുത്തിമുക്കിൽ 17 കോടി രൂപയുടെ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. അതുപോലെ കണ്ണൂർ ജില്ലയിലെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിനെയും കോഴിക്കോട് ജില്ലയിലെ തൂണേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് മയ്യഴിപ്പുഴയ്ക്ക് കുറുകെ കല്ലച്ചേരിക്കടവിൽ 10 കോടിയുടെ പാലം നിർമ്മിക്കുന്ന പദ്ധതിയും ആരംഭിച്ചു കഴിഞ്ഞു. ഈ പാലങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ ഇരു ജില്ലകൾക്കും ഇടയിലുള്ള യാത്ര എളുപ്പമാകും. വാണിജ്യ, സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടും. ഈ ഗതാഗത വിപ്ലവം നാദാപുരത്തിന്റെ വികസന കുതിപ്പിന് വലിയ വേഗത നൽകുമെന്നുറപ്പാണ്. വിദ്യാഭ്യാസം ഒരു ജനതയുടെ പുരോഗതിയുടെ അടിസ്ഥാനമാണ്. നാദാപുരം നിയോജക മണ്ഡലത്തിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് ആധുനിക മുഖം കൈവരിക്കുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, വാപ്കോസ്, ഇൻകൽ തുടങ്ങിയ ഏജൻസികളാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് വയനാട് ക്ലസ്റ്റർ ഫേസ് 2, കോഴിക്കോട് ക്ലസ്റ്റർ 1, കോഴിക്കോട് ഫേസ് 3, ക്ലസ്റ്റർ 3 എന്നിങ്ങനെ നിരവധി പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് നാദാപുരം മണ്ഡലത്തിലെ സ്കൂളുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരകളും ഇടുങ്ങിയ ക്ലാസ് മുറികളും പഴങ്കതിയാവുകയാണ്. പകരം സുരക്ഷിതവും ആകർഷകവുമായ പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ബോർഡുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളുമുള്ള ഹൈടെക് ക്ലാസ് മുറികൾ,
ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായി ആധുനിക ലാബുകൾ, പുസ്തകങ്ങളുടെ ലോകം തുറക്കുന്ന ലൈബ്രറികൾ, വൃത്തിയുള്ള ശൗചാലയങ്ങൾ, ശുദ്ധമായ കുടിവെള്ള സൗകര്യം എന്നിങ്ങനെ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഒരുങ്ങുകയാണ്. ഇത് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നാടിന്റെ സുസ്ഥിര വികസനത്തിന് ശുദ്ധമായ കുടിവെള്ളവും തടസ്സമില്ലാത്ത വൈദ്യുതിയും മികച്ച ആരോഗ്യ പരിരക്ഷയും അനിവാര്യമാണ്. ഈ 3 മേഖലകളിലും നാദാപുരം മണ്ഡലത്തിൽ സുപ്രധാനമായ ചുവടുവെപ്പുകളാണ് നടക്കുന്നത്. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന കോഴിക്കോട് PS സർക്കിളിന് കീഴിലുള്ള പ്രത്യേക പദ്ധതിയുടെ പ്രയോജനം നാദാപുരം മണ്ഡലത്തിലെ നിരവധി പഞ്ചായത്തുകൾക്കും ലഭിക്കുന്നുണ്ട്. 38 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ പദ്ധതിയിൽ 26 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായി. ഇത് കുടിവെള്ള വിതരണ ശൃംഖല മെച്ചപ്പെടുത്താനും കൂടുതൽ ആളുകളിലേക്ക് ശുദ്ധജലം എത്തിക്കാനും സഹായിക്കുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മലയോര മേഖലകളിൽ ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിനായി KSEB ലിമിറ്റഡിന്റെ ട്രാൻസ്ഗ്രിഡ് വിഭാഗം നടപ്പിലാക്കുന്ന നോർത്ത് മലബാർ ലൈൻസ് പാക്കേജ് 2 പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ മലബാർ മേഖലയിലെ വൈദ്യുതി പ്രസരണ നഷ്ടം കുറയ്ക്കാനും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കാനും സാധിക്കും. ഇത് വീടുകൾക്ക് മാത്രമല്ല വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഏറെ ഗുണകരമാകും. ആരോഗ്യരംഗത്ത് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന 2 പ്രധാന പദ്ധതികളുടെ പ്രയോജനം നാദാപുരത്തെ ജനങ്ങൾക്കും ലഭിക്കുന്നു. ഒന്ന്, സാധാരണക്കാരായ വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി. ഇതിനായി സംസ്ഥാന തലത്തിൽ 50 കോടി രൂപ അനുവദിച്ചതിൽ 36 കോടിയിലധികം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. 2, പകർച്ചവ്യാധികൾ നേരിടാൻ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാപിക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതി. 236 കോടിയുടെ ഈ പദ്ധതിയിലൂടെ നാദാപുരത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലും മികച്ച സൗകര്യങ്ങളോടുകൂടിയ ഐസൊലേഷൻ വാർഡ് യാഥാർത്ഥ്യമാകും. ഇത് പ്രാദേശികമായി തന്നെ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും. സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമയാണ്. ഇതിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ നാദാപുരം, തിരുവള്ളൂർ എന്നിവിടങ്ങളിൽ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ഈ ക്ലസ്റ്റർ പദ്ധതിക്ക് 9.9 കോടി രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായി. പുതിയതും സൗകര്യപ്രദവുമായ ഓഫീസ് കെട്ടിടങ്ങൾ വരുന്നതോടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കും. അതോടൊപ്പം നമ്മുടെ യുവജനങ്ങളെ പുതിയ കാലത്തെ തൊഴിലുകൾക്ക് സജ്ജരാക്കേണ്ടത് നാടിൻ്റെ ഭാവിക്ക് അനിവാര്യമാണ്. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വീടിനടുത്ത് തൊഴിലിടം എന്ന 27.5 കോടി രൂപയുടെ സംസ്ഥാനതല പദ്ധതി ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. നാദാപുരത്തെ യുവജനങ്ങൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. പ്രാദേശികമായി നൈപുണ്യ പരിശീലനം നൽകി അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മലയോര മേഖലയുടെ സമഗ്രമായ വളർച്ച ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ക്യാൻവാസാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഒറ്റപ്പെട്ട ഗ്രാമങ്ങളെ കൂട്ടിയിണക്കുന്ന മലയോര ഹൈവേയും നവീകരിച്ച റോഡുകളും പുതിയ പാലങ്ങളും ചേർന്ന് ഗതാഗത രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. അറിവിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്ന ആധുനിക സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങൾ നാളെയുടെ തലമുറയെ വാർത്തെടുക്കുന്നു. ശുദ്ധമായ കുടിവെള്ളവും തടസ്സമില്ലാത്ത വൈദ്യുതിയും ഉറപ്പാക്കുന്ന പദ്ധതികൾ ജീവിത നിലവാരം ഉയർത്തുന്നു. ആരോഗ്യരംഗത്തെ കരുതലും സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമതയും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന നൈപുണ്യ വികസന പദ്ധതികൾ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നു. ഈ വലിയ മാറ്റങ്ങൾക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും കിഫ്ബി എന്ന വികസന എഞ്ചിൻ്റെ കരുത്തും വ്യക്തമായി കാണാം. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ്
ഈ മലയോര മണ്ണിലേക്ക് എത്തുന്നത്. പല പദ്ധതികളും നിർമ്മാണത്തിൻ്റെ പാതി വഴി പിന്നിട്ടു. ചിലത് തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. ഇവയെല്ലാം പൂർണ്ണമാകുമ്പോൾ നാദാപുരം സാമൂഹികമായും സാമ്പത്തികമായും കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കും. ഈ വികസന മുന്നേറ്റം നാദാപുരത്തിൻ്റെ ശോഭനമായ ഭാവിക്കുള്ള അടിത്തറ പാകുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര സൗന്ദര്യവും കാർഷിക പാരമ്പര്യവും ഒത്തുചേർന്ന പേരാമ്പ്ര നിയോജക മണ്ഡലം, പ്രകൃതി രമണീയമായ പെരുവണ്ണാമൂഴി അണക്കെട്ടും ജാനകിക്കാടും സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണ് ഇന്ന് വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ്. കൊയിലാണ്ടി താലൂക്കിൽ ഉൾപ്പെടുന്ന അരിക്കുളം, ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത്, ചെറുവണ്ണിയൂർ, കീഴരിയൂർ, കൂത്താളി, മേപ്പയ്യൂർ, നെച്ചാട്, പേരാമ്പ്ര, തുറയൂർ എന്നീ 10 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് പേരാമ്പ്ര നിയോജക മണ്ഡലം. ഈ പഞ്ചായത്തുകളിലെല്ലാം ഗതാഗത രംഗത്ത്, പ്രത്യേകിച്ച് പേരാമ്പ്ര ടൗണിലെ യാത്രാക്ലേശത്തിന് അറുതി വരുത്തുന്ന ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ആരോഗ്യ, വിദ്യാഭ്യാസ, കായിക രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ, കാർഷിക, ജലസേചന മേഖലകളിലെ പുതിയ സംരംഭങ്ങൾ, ഇങ്ങനെ സമഗ്രമായ ഒരു വികസന കാഴ്ചയാണ് പേരാമ്പ്രയിൽ ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് കിഫ്ബി എന്ന വികസനത്തിൻ്റെ ചാലക ശക്തിയും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് വഴി ഏകദേശം 600-ൽ പരം കോടി രൂപയുടെ പദ്ധതികൾ 2016 ശേഷം ഈ 2024 വരെയുള്ള കാലങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. ഈ പദ്ധതികളിൽ 10 പദ്ധതികൾ പ്രവൃത്തി പൂർത്തീകരിക്കുകയോ കമ്മീഷൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ബാക്കി പദ്ധതികൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. കിഫ്ബിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രവൃത്തിയുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും പ്രവൃത്തിയുടെ ലൈഫ് ദീർഘകാലമായി ലഭ്യമാക്കുന്നതിനും സഹായകരമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാവി സുരക്ഷിതത്വത്തിന് വളരെ സഹായകരമാവുകയാണ്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലങ്ങളിൽ പാലങ്ങളുടെയും റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും പ്രവൃത്തികളിലാണ് കിഫ്ബി ഫണ്ട് പ്രധാനമായും ലഭ്യമായിട്ടുള്ളത്. കാർഷിക മേഖലയിലെ വികസനത്തിന് അടിസ്ഥാനമായ നിലപാടും കിഫ്ബി ഫണ്ട് വഴി വിനിയോഗിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ ഉണർവും ആവേശവും ഉണ്ടാക്കാൻ കിഫ്ബിയുടെ ഫണ്ട് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. 600 കോടിയിൽ പരം അനുവദിക്കപ്പെട്ട തുകയിൽ ഏകദേശം 200 കോടിയോളം രൂപയുടെ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പ്രവർത്തനം ആരംഭിക്കുകയോ പ്രവൃത്തി മുമ്പോട്ട് പോവുകയോ ചെയ്തു വരുന്ന പദ്ധതികളാണ് ഏറെക്കുറയും. ചില പദ്ധതികൾക്ക് വർക്ക് ആരംഭിച്ചിട്ടില്ല, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. കിഫ്ബിയുടെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് വേഗതയിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകത്തക്ക നിലയിലുള്ള നടപടികൾ ഇക്കാലമത്രയുമുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആവിഷ്കരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കിഫ്ബിയുടെ 25 വർഷം കിഫ്ബി പ്രവർത്തനങ്ങളുടെ 25 വർഷം പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ്. കേരളത്തിൽ പ്രധാനമായും ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഇങ്ങനെയൊരു ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ 2016 ശേഷമാണ്. ഇത് ശരിയായ നിലയിൽ ഉപയോഗിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. പുതിയ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ വരുമാന സ്രോതസ്സും ഉറപ്പുവരുത്തുന്നതിനുള്ള നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. കിഫ്ബിയുടെ 25ാം വാർഷിക ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന്റെ വികസന കുതിപ്പിൽ ഏറ്റവും നിർണായകമായത് ഗതാഗത രംഗത്തുണ്ടായ മുന്നേറ്റമാണ്. പേരാമ്പ്ര ടൗണിലെ ഗതാഗതക്കുരുക്ക് വർഷങ്ങളായി ജനങ്ങൾ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശാശ്വത പരിഹാരം കാണുന്ന പേരാമ്പ്രയുടെ സ്വപ്ന പദ്ധതിയായ പേരാമ്പ്ര ബൈപ്പാസ് ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ മേൽനോട്ടത്തിൽ 58 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ പദ്ധതിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിനകം 45 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി എന്നത്
പദ്ധതി എത്രത്തോളം മുന്നോട്ട് പോയി എന്നതിന് തെളിവാണ്. ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നതോടെ പേരാമ്പ്ര ടൗണിന് ശ്വാസം വിടാം. ദീർഘദൂര യാത്രക്കാർക്ക് സമയം ലാഭിക്കാം. ടൗണിലെ വ്യാപാരം സുഗമമാകും. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രധാന റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. പേരാമ്പ്ര ചെറുവണ്ണൂർ വടകര റോഡിന്റെ നവീകരണത്തിനായി 24 കോടി രൂപ അനുവദിച്ചതിൽ 15 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. തീരദേശത്തെ പേരാമ്പ്രയുമായി ബന്ധിപ്പിക്കുന്ന പയ്യോളി പേരാമ്പ്ര റോഡിന്റെ നവീകരണത്തിനായി 42 കോടി രൂപ അനുവദിച്ചതിൽ 38 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികളും അവസാന ഘട്ടത്തിലാണ്. അതുപോലെ കൊല്ലം നെല്ലിയാടി മേപ്പയ്യൂർ റോഡിന്റെ നവീകരണത്തിനായി പ്രാരംഭ തുക അനുവദിച്ചിട്ടുണ്ട്. മലയോര മേഖലയുടെ വികസനത്തിന് കരുത്തേകുന്ന തൊട്ടിൽപ്പാലം തലയാട് റോഡിന്റെ 2ാം ഘട്ടമായി പെരുവണ്ണാമൂഴി മുതൽ 28ാം മൈൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗം നവീകരിക്കുന്നതിനായി 71 കോടി രൂപയുടെ പദ്ധതി പുരോഗമിക്കുന്നു. ഇതിൽ 6 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു. ഈ റോഡുകളെല്ലാം BM&BC നിലവാരത്തിൽ ടാർ ചെയ്യുന്നത് സുരക്ഷിതത്വവും സുഖകരവുമായ യാത്ര ഉറപ്പാക്കും. ജലഗതാഗതത്തിനും റോഡ് ഗതാഗതത്തിനും ഒരുപോലെ പ്രയോജനകരമാകുന്ന പാലങ്ങളും യാഥാർത്ഥ്യമാകുന്നു. അകലാപ്പുഴയ്ക്ക് കുറുകെ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും സഹായിക്കുന്ന കുറ്റാടിപ്പുഴയ്ക്ക് കുറുകെ പെരിഞ്ചേരിക്കടവിന് സമീപം 72 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇതിൽ 18 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. ഈ ഗതാഗത ശൃംഖലയുടെ വികസനം പേരാമ്പ്രയുടെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് വലിയ ഊർജം പകരും. സാധാരണക്കാരന് പ്രാപ്യമായതും മികച്ചതുമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. പേരാമ്പ്രയിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം. ഇൻകൽ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 56 കോടി രൂപ മുതൽ മുടക്കിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ കെട്ടിടങ്ങൾ, ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, കൂടുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാകുന്നതോടെ താലൂക്ക് ആശുപത്രി ഒരു പ്രധാന റഫറൽ കേന്ദ്രമായി മാറും. വിദഗ്ധ ചികിത്സകൾക്കായി കോഴിക്കോട് നഗരത്തെ ആശ്രയിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അതോടൊപ്പം വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പ്രയോജനം പേരാമ്പ്രയിലെ രോഗികൾക്കും ലഭിക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം വലിയ ആശ്വാസമാണ് നൽകുന്നത്. കൂടാതെ പകർച്ചവ്യാധികൾ നേരിടാൻ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാപിക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്രയിലെ ആരോഗ്യ കേന്ദ്രത്തിലും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വാർഡ് യാഥാർത്ഥ്യമാകും. ഇത് പ്രാദേശിക ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തും. വിദ്യാഭ്യാസം ഒരു നാടിൻ്റെ നട്ടെല്ലാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുതിയ മുഖം കൈവരിക്കുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, ഇൻകൽ തുടങ്ങിയ ഏജൻസികൾ വഴി നടപ്പാക്കുന്ന നിരവധി പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സ്കൂളുകളുടെ നവീകരണത്തിനായി ചെലവഴിക്കുന്നത്. ഈ പദ്ധതികളെല്ലാം കൂടി വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്.
പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചക്കിട്ടപ്പാറയിൽ മാതൃക റെസിഡൻഷ്യൽ സ്കൂൾ നിർമ്മിക്കുന്നതിനുള്ള 16 കോടിയിലധികം രൂപയുടെ പദ്ധതിക്കും സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ഇത് ഈ മേഖലയിലെ പിന്നോക്ക വിഭാഗം കുട്ടികൾക്ക് വലിയ അനുഗ്രഹമാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ കോഴിക്കോട് ക്ലസ്റ്റർ ഫേസ് 3 പദ്ധതിയിലൂടെ ജില്ലയിലെ കോളേജുകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രയോജനവും പേരാമ്പ്രയ്ക്കും ലഭിക്കും. കായിക രംഗത്തും പേരാമ്പ്ര വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. നടുവണ്ണൂരിലെ വോളിബോൾ അക്കാദമി ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലന കേന്ദ്രമാണ്. കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 9.9 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ അക്കാദമി രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അതുപോലെ കോഴിക്കോട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒളിമ്പ്യൻ റഹ്മാൻ ഇൻഡോർ സ്റ്റേഡിയം ആൻഡ് സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതിയും ജില്ലയുടെ കായിക താരങ്ങൾക്ക് പ്രയോജനപ്പെടും. കാർഷിക പാരമ്പര്യമുള്ള പേരാമ്പ്രയുടെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനും സാംസ്കാരിക വിനോദ സേവന രംഗങ്ങളിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. നാളികേര കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി കുത്താളിയിൽ കോക്കനട്ട് അഗ്രോ പാർക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതി അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ പരിഗണനയിലുണ്ട്. ഇത് നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിനും വിപണനത്തിനും സഹായിക്കും. സാംസ്കാരിക രംഗത്ത് പേരാമ്പ്രയിൽ ആധുനിക സിനിമാ തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 14 കോടിയിലധികം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇത് പേരാമ്പ്രയിലെ ജനങ്ങൾക്ക് മികച്ച വിനോദോപാധി നൽകും. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ഇംപാക്ട് കേരള വഴി സംസ്ഥാനത്തുടനീളം ആധുനിക ശ്മശാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള 28 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനവും പേരാമ്പ്രയ്ക്ക് ലഭിക്കും. സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ പേരാമ്പ്രയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും പുരോഗമിക്കുന്നു. 12 കോടിയുടെ ഈ ക്ലസ്റ്റർ പദ്ധതിയിൽ 9.9 കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. കൂടാതെ കെ-ഡിസ്കിന്റെ വീടിനടുത്ത് തൊഴിലിടം നൈപുണ്യ വികസന പദ്ധതിയും പേരാമ്പ്രയിലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകും. പേരാമ്പ്ര ടൗണിന് പുത്തൻ ഉണർവേകുന്ന ബൈപ്പാസ്, ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കൂട്ടിയിണക്കുന്ന നവീകരിച്ച റോഡുകൾ, കാർഷിക മേഖലയ്ക്ക് കരുത്തേകുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ്, സാധാരണക്കാരന് ആശ്വാസം നൽകുന്ന താലൂക്ക് ആശുപത്രി വികസനം, അറിവിന്റെയും കായികക്ഷമതയുടെയും കേന്ദ്രങ്ങളായി മാറുന്ന സ്കൂളുകളും വോളിബോൾ അക്കാദമിയും, വിനോദത്തിനും സാംസ്കാരിക ഉന്നമനത്തിനും വഴിയൊരുക്കുന്ന സിനിമാ തിയേറ്റർ, മെച്ചപ്പെട്ട സേവനങ്ങൾ ഉറപ്പാക്കുന്ന സർക്കാർ ഓഫീസുകൾ, ഇവയെല്ലാം ചേർന്ന് പേരാമ്പ്രയുടെ സമഗ്രമായ വളർച്ചയാണ് സാധ്യമാക്കുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ മണ്ണിലേക്ക് എത്തുന്നത്. പല പദ്ധതികളും നിർമ്മാണത്തിന്റെ പാതി വഴി പിന്നിട്ടു. ചിലത് പൂർത്തിയായി, മറ്റു ചിലത് തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ പേരാമ്പ്ര സാമൂഹികമായും സാമ്പത്തികവുമായും കൂടുതൽ മുന്നേറും. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ, സുരക്ഷിതമായ യാത്ര, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, പ്രാപ്യമായ ആരോഗ്യ പരിരക്ഷ എന്നിവയെല്ലാം ഈ നാടിന്റെ പുരോഗതിക്ക് ആക്കം കൂട്ടും. വികസനത്തിന്റെ ഈ ഹരിതപാതയിലൂടെ പേരാമ്പ്ര ശോഭനമായ ഒരു ഭാവിയിലേക്ക് കുതിക്കുകയാണ്. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.